സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ഇന്റർനാഷണൽ ആക്സസ് സാധ്യമാക്കുന്ന തരത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്റ്റാർട്ടപ്പ് എൻവയൺമെന്റുകളുടെ സാധ്യതകൾ കൂടി സംസ്ഥാനത്തെ ഏർലി ഓൺട്രപ്രണേഴ്സിന് ലഭ്യമാക്കുകയാണ് KSUM ലക്ഷ്യമിടുന്നതെന്ന് IT സെക്രട്ടറി M. ശിവശങ്കർ IAS വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ ഒന്നാകെ ഉടച്ചുവാർക്കാൻ ലക്ഷ്യമിട്ടുള്ള സീഡിംഗ് കേരളയിലാണ് IT നയം അദ്ദേഹം വ്യക്തമാക്കിയത്. Developing the ecosystem within the state to whatever extent we can. Connect the national level ecosystem, whatever is there, to leverage on that. And 3, to build up this international touch points directly. Spreading this to a larger number of institutions, including regular arts and science colleges. സർക്കാർ ഒരുക്കുന്ന സീഡിംഗ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ സ്റ്റാർട്ടപ്പുകൾക്കാകണമെന്ന് KSUM CEO ഡോക്ടർ സജി ഗോപിനാഥും വ്യക്തമാക്കി. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്ക് കൂടി സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫെസിലിറ്റികൾ വ്യാപിപ്പിക്കുകയാണ് KSUM. സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഫണ്ടിങ്ങിന്റെയും മാർക്കറ്റിംഗിന്റെയും പ്രൊഡക്ട് സെയിലിന്റെയും വിവിധ വശങ്ങൾ സീഡിംഗിൽ സംസാരിച്ചവർ പങ്കുവച്ചു. കൂടുതൽ പേർ ഓൺട്രപ്രണർഷിപ്പിലേക്ക് കടന്നുവരാൻ മടിക്കുന്നത് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. എന്നാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന സീഡിംഗ് കേരള സ്റ്റാർട്ടപ്പുകൾക്കും പുതു സംരംഭകർക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിന് അനുസൃതമായിരിക്കണം പ്രൊഡക്റ്റിലെ പരീക്ഷണങ്ങളെന്ന് GE ഡിജിറ്റൽ അഡ്വൈസർ ബീന അമാനത്ത് വ്യക്തമാക്കി. I can build the best algorithm possible, but if the factory worker on the manufacturing floor does not use it, it's not going to drive any impact. And how do you actually make a factory floor worker trust a machine when he has been doing his job for 20-30 years? ലെറ്റ്സ് വെഞ്ചറിന്റെയും കോൺക്ലോ വെഞ്ചേഴ്സിന്റെയും സഹകരണത്തോടെ കൊച്ചി രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സീഡിംഗ് കേരള ഇൻവെസ്റ്റേഴ്സിനെയും മെന്റേഴ്സിനെയും ഇൻഡസ്ട്രി എക്സ്പേർട്സിനെയും ഒരുമിപ്പിക്കുന്ന വേദിയായി. സീഡിംഗ് കേരള ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പരസ്പരം സഹായിച്ചുകൊണ്ട് വളരുവാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് തരുന്നത്. എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അതെങ്ങനെ മാർക്കറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാം, അത് എത്രത്തോളം സക്സസ് ആവും, കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെ അതിനെ വ്യൂ ചെയ്യുന്നു, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വന്ന് കുറച്ച് ഇവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ വി ഷുഡ് ചേഞ്ച് അവർ സ്ട്രാറ്റജി. ഞങ്ങൾ എൻറ്റയർലി ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇത്തരം ഇവൻറ്റുകൾ നമ്മുടെ സ്റ്റാർട്ടപ്സിനെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ആൾ മീറ്റ് ചെയ്യാനും അവരുടെ അടുത്ത് കുറേ ഫീഡ്ബാക്ക് എടുക്കാനും നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് ഇങ്ങനത്തെ മീറ്റപ്പുകളെല്ലാം.